2030 ലോകത്തിലെ 3ാമത്തെ വലിയ എക്കോണമി ആകാൻ പോകുന്ന രാജ്യമാണെന്നൊക്കെയുള്ള പറച്ചിലാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ അവിടെയും പറയുന്നു അത്രയും ആകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബിസിനസ് 400-500 ബില്യൻ്റെ അടുത്ത് എത്തണം. അതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇപ്പോഴും ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കൻ ബിസിനസ് കുറച്ചേ ഉള്ളൂ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 87 ബില്യൺ എന്ന് പറയുന്ന ബിസിനസ് ഇന്ത്യയുമായിട്ട് ചെയ്യുന്നത് ഈ പീനട്ട് പോലെയുള്ളൂ. അതവർക്ക് 24 മണിക്കൂർ കൊണ്ട് അത് മാറ്റിയെടുക്കാം. അവർക്കത് തായ്ലാൻഡിലോ വിയറ്റ്നാമിലോ ബംഗ്ലാദേശിലോ മറ്റുള്ള പലയുടെ ഭാഗത്തായിട്ട് ഇതിനെ അങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതാണ് അതിൻ്റെ കാര്യം. ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ കാര്യം, IT സർവീസിൻ്റെ കാര്യമല്ല പറയുന്നത്. അത് ഡീപ്പായിട്ട് ഇന്ത്യയെ കയറി ബാധിക്കും. ഈ പറയുന്ന സൗത്ത് അമേരിക്കൻ രാജ്യത്തിലേക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഫാർമയുടെ കമ്പനികളൊക്കെ എല്ലാവരും അങ്ങോട്ടൊക്കെ പോകും. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യക്കാർ ലോകത്ത് എവിടെയും പോയി ബിസിനസ് ചെയ്യും. അവർക്കിപ്പോൾ ഇന്ത്യയെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അമേരിക്കയെ പിണക്കി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ പാടാം. അതാണ് അതിൻ്റെ കാര്യം. നമ്മൾ ഈ അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത് ലിബറലൈസേഷന് ശേഷമാണ്, കഴിഞ്ഞ 20 വർഷത്തിനുള്ളിലാണ് ഇത്രയും ശക്തമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്.